Hello everyone, so welcome to the new lecture. In this lecture I will be discussing about generalized circuit constants of a transmission line. So generalized circuit constants നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ABCD കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിലെ സർക്യൂട്ട് തിയറിയിൽ പഠിച്ചിട്ടുള്ള അത് തന്നെയാണ്. സോ ആ ABCD കോൺസ്റ്റൻസ് തന്നെയാണ് ഇവിടെ നമ്മൾ മീൻ ചെയ്യുന്നത്. സോ ആ സർക്യൂട്ട് തിയറിയിൽ നമ്മളത് പഠിച്ചിട്ടുള്ളത് എന്തിലാണ്? ഒരു ടു പോർട്ട് നെറ്റ്വർക്കിൻ്റെ കേസിൽ ടു പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോർട്ടുകൾ, രണ്ട് സൈഡുകൾ, ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും ആണ് അവിടെ നമ്മൾ പറഞ്ഞത്. മൊത്തം 4 ടെർമിനൽ, 4 ടെർമിനൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കറിയാം, ഇൻ എനി ടു പോർട്ട് ഓർ 4 ടെർമിനൽ നെറ്റ്വർക്ക് the input voltage and current can be expressed in terms of the output voltage and output current. So input voltage കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ കോൺസ്റ്റൻസിനെയാണ് പറയുന്നത് ABCD കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആ സംഭവങ്ങൾ തന്നെയാണ് ഇവിടുത്തെ നമ്മളുടെ ഈ ജനറലൈസ്ഡ് സർക്യൂട്ട് കോൺസ്റ്റൻസ് എന്നുള്ള രീതിയിലേക്ക് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മളുടെ ഇൻപുട്ട് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡിങ് എൻഡും ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവിങ് എൻഡും ആണ്. സോ സെൻഡിങ് എൻഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് can be represented in terms of receiving end voltage and current. അപ്പോൾ നമുക്ക് അവിടെ ചെയ്താൽ പോലെ എല്ലാം ഫേസേഴ്സ് ആണ് ഞാൻ. സോ അതിൻ്റെ ഫേസറിൻ്റെ റെപ്രസെൻറ്റേഷൻ മേലെ ഫേസറിന് കാണിക്കുന്നത് തൽക്കാലം എഴുതുന്നില്ല. സോ എല്ലാം ഫേസറായിട്ട് എടുത്തോളുക. സോ നമുക്ക് ഇവിടെ എഴുതേണ്ടത് VS ആൻഡ് IS ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് VSഉം ISഉം ആസ് ഫങ്ഷൻസ് ഓഫ് ഏതാണ്? റിസീവിങ്. ഇത് സെൻഡിങ് ആൻഡ് വോൾട്ടേജ് ആൻഡ് സെൻഡിങ് ആൻഡ് കറണ്ട്. ഇതിന് രണ്ടിനും നമ്മൾ ഫങ്ഷൻസ് ഓഫ് എന്തായിട്ട് എഴുതും? റിസീവിങ് ആൻഡ് വോൾട്ടേജ് ആൻഡ് റിസീവിങ് ആൻഡ് കറണ്ട്. സോ നമ്മളത് എന്തിൻ്റെയൊക്കെ ഫങ്ഷനാണ്? VR ആൻഡ് IR ആണ് എഴുതാൻ പോകുന്നത് രണ്ടും. ഓക്കെ, സോ VRൻ്റെയും IRൻ്റെയും ടേംസിൽ നമ്മൾ എഴുതുന്നത് മാത്രം. സോ ഇതിൽ നടുവിലൊരു പ്ലസ് എന്തായാലും ഉണ്ടായിരിക്കും രണ്ട് ടേമുകളെ. ജസ്റ്റ് VS ഇൻ ടേംസ് ഓഫ് VR ആൻഡ് IR, IS ഇൻ ടേംസ് ഓഫ് VR ആൻഡ് IR. ഇവിടെ ഒന്നുമില്ല. ഈ കോൺസ്റ്റൻസ് ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഈ ഓർഡറിലായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് A, B, C ആൻഡ് D. ഓക്കെ, അപ്പം അങ്ങനെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടും. ഇതിൽ VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡിങ് ആൻഡ് വോൾട്ടേജ് പെർ ഫേസ്. VS is the sending end voltage per phase. IS is the sending end current per phase. VR is the receiving end voltage per phase and IR is the receiving end current per phase. അതിൽ ഈ ABCD എന്ന് പറയുന്നത് ABC and D അതൊക്കെ എന്താണ്? നോർമലി കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അതിനെയാണ് നമ്മൾ ജനറലൈസ്ഡ് സർക്യൂട്ട് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഹിയർ A, B, C and D. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജനറലൈസ്ഡ് സർക്യൂട്ട് കോൺസ്റ്റൻസ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ജനറലൈസ്ഡ് സർക്യൂട്ട് കോൺസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. അതിൽ ഈ സെൻഡിങ് ആൻഡ് വോൾട്ടേജും കറണ്ടും റിസീവിങ് ആൻഡ് വോൾട്ടേജിനും കറണ്ടിൻ്റെ ടേംസിൽ എഴുതുന്നു. അതിൽ ഉപയോഗിക്കുന്ന ആ ABCDനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജനറലൈസ്ഡ് സർക്യൂട്ട് കോൺസ്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് ദ വാല്യൂസ് ഓഫ് ദീസ് കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ പെർട്ടിക്കുലർ മെത്തേഡ്. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ, സോ വാല്യൂസ് ഡിപ്പെൻഡ് ഓൺ ദ മെത്തേഡ്. ഇപ്പോൾ അതായത് നമ്മൾ പല മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നോമിനൽ പൈ, നോമിനൽ T എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ റിഗറസ് മെത്തേഡ്. സോ ആ മെത്തേഡ് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ മെത്തേഡിനനുസരിച്ചിരിക്കും വാല്യൂസ് ഓഫ് ABC ആൻഡ് D. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈ ജനറലൈസ്ഡ് കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് പെർഫോമൻസ് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. ഇതിൽ കുറച്ച് അഡീഷണൽ പോയിന്റ്സും കൂടി നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു, ജനറലൈസ്ഡ് സർക്യൂട്ട് കോൺസ്റ്റൻസ് ആണ്. ഇത് എന്താണ്? എന്തായാലും കോംപ്ലക്സ് ആണ്. അത് നമ്മൾ പറഞ്ഞു, കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് അധികം ഉണ്ടാവുക ഈ ജനറലൈസ്ഡ് സർക്യൂട്ട് എലമെൻറ്റ്സ് ഉണ്ടാകുക. കാരണം അവിടെ നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A and D ആർ ഡയമെൻഷൻലെസ്. A and D എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ആണ്. ഇപ്പോൾ റേഷ്യോ ഓഫ് വോൾട്ടേജ് ആണ് വരിക. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള, ഇപ്പോൾ ഇത് 0 ആക്കിയിട്ട് കിട്ടുന്നതാണ് നമുക്ക് A കിട്ടുക, VS/VR ആണ് വരിക. അതേപോലെ നമുക്ക് D കിട്ടുമ്പോൾ ഇത് 0 ആക്കിയിട്ടാണ്. അപ്പോൾ IS/IR എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ രണ്ട് കേസിലും നമുക്ക് സെയിം സംഭവം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡയമെൻഷൻലെസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ B and C
അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ബിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് എന്താ ഓം എന്നുള്ള രീതിയിലാണ് വരിക. സോ എ ആൻഡ് ഡി ആർ ഡയമെൻഷൻലെസ് ആൻഡ് ബി ആൻഡ് സി ഹാവ് യൂണിറ്റ്സ്. ആ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബിയുടെ യൂണിറ്റ് അപ്പോൾ പോകുന്നത് ഓംസ്, അതേപോലെ മറ്റേ യൂണിറ്റ്സ് എന്താ വരാൻ പോകുന്നത്? സീമെൻസ് ആണ് വരിക. ഓംസ് ആൻഡ് സീമെൻസ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇപ്പോൾ അതാണ് വേറൊരു പോയിന്റ് നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇവിടെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിൽ ഫോർ എ ഗിവൺ ട്രാൻസ്മിഷൻ ലൈൻ നമുക്ക് രണ്ട് കണ്ടീഷൻസ് കിട്ടും. ഫോർ എ ഗിവൺ ട്രാൻസ്മിഷൻ ലൈൻ A equal to D, AD minus BC equal to 1. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ രണ്ട് സംഭവം കൂടിയും വരും, സിമെട്രിയും ഇതൊക്കെ വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇത്രയാണ് ജനറലൈസ്ഡ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻസും അതിൻ്റെ കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ ABCDനെയാണ് നമ്മൾ പറയുന്നത് ജനറലൈസ്ഡ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ്. നമ്മളിവിടെ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. സെൻഡിങ് ആൻഡ് വോൾട്ടേജും സെൻഡിങ് ആൻഡ് കറണ്ടും ഇൻ ടേംസ് ഓഫ് റിസീവിങ് ആൻഡ് വോൾട്ടേജ് റിസീവിങ് ആൻഡ് കറണ്ടിൽ എഴുതുന്നു എന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു പല മെത്തേഡുകളനുസരിച്ച് ഇരിക്കും എന്നുള്ളത്. അപ്പോൾ ഓരോ മെത്തേഡുകളുടെ കേസിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് ജനറലൈസ്ഡ് സർക്യൂട്ട് കോൺസ്റ്റൻസ് ഫോർ ട്രാൻസ്മിഷൻ ലൈൻസ്. അപ്പോൾ ഡിഫറെൻറ്റ് കേസുകൾ നോക്കാം. നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട്, മീഡിയം, ലോങ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിൽ നോക്കണം. മീഡിയമിൽ രണ്ട് കേസിൽ നോമിനൽ പൈം, നോമിനൽ ടീം, പിന്നെ ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ റിഗ്രസ് മെത്തേഡ്. ഈ കേസുകളിലൊക്കെ എങ്ങനെ ഇത് ജനറലൈസ്ഡ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമ്മളുടെ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇത് ഫേസ്, ന്യൂട്രൽ അത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ന്യൂട്രൽ തന്നെ. ഇത് നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ കപ്പാസിറ്റൻസിനെ നെഗ്ലക്ട് ചെയ്തു. റെസിസ്റ്റൻസ് ആൻഡ് റിയാക്ടൻസ് ആണ് എടുത്തിട്ടുള്ളത്. സീരീസ് എലമെന്റ്സ് ആണ്. ഇത് ഇമ്പിഡൻസ് എന്നുള്ള രീതിയിൽ സെഡ് എന്നായിട്ട് കാണിച്ചിരിക്കുന്നു. IS സെൻഡിങ് ആൻഡ് കറണ്ട്, വോൾട്ടേജ് VS, റിസീവിങ് ആൻഡ് വോൾട്ടേജ് VR, കറണ്ട് IR. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഡയറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ IS ഈക്വൽ ടു എന്ത് തന്നെയാണ്? ഡയറക്റ്റ് എന്ത് എഴുതാം നമുക്ക്? ഹിയർ IS ഈസ് ഈക്വൽ ടു IR ആണ്. കാരണം ഒരൊറ്റ ലൂപ്പേ ഉള്ളൂ, സീരീസ് ആണ്. സോ സെൻഡിങ് ആൻഡ് കറണ്ടും റിസീവിങ് ആൻഡ് കറണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. മറ്റേ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതേപോലെ നമ്മൾ മുന്നേ എഴുതി വെച്ചിട്ടുള്ള ആ ഇക്വേഷൻസിൻ്റെ ബേസിലേക്കാണ് നമ്മൾ എല്ലാറ്റിനും കൊണ്ടുവരാൻ പോകുന്നത്. ഈ രണ്ട് ഇക്വേഷൻ്റെ ബേസിലേക്ക്. ഇതിന് വേണമെങ്കിൽ നമുക്ക് നമ്പർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇതിൻ്റെ നമ്പർ 1 VSൻ്റെ, അതേപോലെ ഇതിൻ്റെ നമ്പർ 2. ഓക്കെ, സോ ഈ ഫോർമാറ്റിലേക്ക് എത്തിയിട്ട് കമ്പയർ ചെയ്തിട്ട് എയും ബിയും സിയും ഡി ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ISന് ഉള്ളത് കിട്ടി. ഇപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ കമ്പയർ ചെയ്യാനുള്ള രീതിയിൽ കിട്ടി. ഇനി ഇവിടെ VS കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താ അപ്ലൈ ചെയ്താൽ മതി? KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? VS ഈസ് ഈക്വൽ ടു റിസീവിങ് ആൻഡ്, അതായത് ഇത് ഇവിടുത്തെ ഡ്രോപ്പ് പ്ലസ് ഇത് ഇവിടുത്തെ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? IR ഇൻറ്റു Z പ്ലസ് VR എന്ന് കിട്ടും. ഇപ്പോൾ സെൻഡിങ് ആൻഡ് കറണ്ടും സെൻഡിങ് ആൻഡ് വോൾട്ടേജും നമുക്ക് കിട്ടി ഇൻ ടേംസ് ഓഫ് റിസീവിങ് ആൻഡ് ടേംസിൽ. ഓക്കെ, ഇപ്പോൾ ഈ ഇക്വേഷനെ വേണമെങ്കിൽ നമുക്ക് 3 എന്ന് നമ്പർ ചെയ്യാം, ഇതിനെ നമുക്ക് 4 എന്ന് നമ്പർ ചെയ്യാം. ഓക്കെ, സോ കമ്പയർ ചെയ്യാം നമുക്ക് ഇക്വേഷൻസിന്. ഇതിനായിട്ട് കമ്പയറിങ് 4 and 3 ഓർഡറിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിത്ത് 1 and 2. 1 എന്ന് പറയുന്നത് നമ്മുടെ VSൻ്റെ ഇക്വേഷനായിരുന്നു. അത് 4നായിട്ട് കമ്പയർ ചെയ്യുക. 2 എന്ന് പറയുന്നത് ISൻ്റെ, ഇതിനായിട്ട് 3നായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A ഈക്വൽ ടു, അവിടെ ഒന്നും എന്താ പറയുക, ഈ കേസിൽ വോൾട്ടേജിൻ്റെ ഒപ്പം VR ഇൻറ്റു എന്താണോ അതാണ് A എന്ന് പറയുന്നതല്ലോ. അപ്പോൾ A ഈക്വൽ ടു എന്ത് വരും? 1 എന്ന് വരും. ഇനി B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IRൻ്റെ ഒപ്പം ഉള്ളത്. സോ B വിൽ ബി ഈക്വൽ ടു Z എന്ന് കിട്ടും. അടുത്ത ഇതിൽ നമുക്ക് എന്തില്ല? VRൻ്റെ ടേമില്ല. അപ്പോൾ C എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അടുത്ത D ആണ്. IRൻ്റെ ഒപ്പം എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ 1 ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ജനറലൈസ്ഡ് കോഎഫിഷ്യൻസ് വരിക. അപ്പോൾ ഈ കേസിൽ നമുക്ക് A ഈക്വൽ ടു D എന്നും കിട്ടും അല്ലേ? ഹിയർ A ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? D കിട്ടും. അതേപോലെ തന്നെ നമ്മൾക്ക് AD മൈനസ് BC ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക?
A into D 1 minus 0. So AD minus BC equal to 1 into 1 minus Z into 0 equal to 1. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനും അവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതാണ് ഷോർട്ട് ലൈൻസിൻ്റെ കേസിൽ. അടുത്ത നമുക്ക് മീഡിയം ലൈൻസിൻ്റെ കേസിലേക്ക് വരാം. സോ മീഡിയം ലൈൻസിൻ്റെ കേസിൽ ആദ്യം നമ്മൾ നോമിനൽ ടി മെത്തേഡ് ആണ് നമ്മൾ നോക്കുന്നത്. സോ അതിലെ നോമിനൽ ടി മെത്തേഡ്, രണ്ട് മെത്തേഡുകൾ ഉണ്ടായിരുന്നു, നോമിനൽ ടിയും നോമിനൽ പൈയും. സോ അതിൽ നോമിനൽ ടി മെത്തേഡിൻ്റെ കേസിലെ ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുള്ളത്. നമുക്കറിയാം നമ്മളിവിടെ കപ്പാസിറ്റൻസ് നെഗ്ലക്ട് ചെയ്യില്ല, ലംബ് ചെയ്യുന്നു, അത് മിഡിലായിട്ട് ലംബ് ചെയ്തിരിക്കുകയാണ്. കപ്പാസിറ്റൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരു അഡ്മിറ്റൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. വൈ എന്ന് പറയുന്നത് ആ കപ്പാസിറ്റൻസ് കാരണമുള്ള അഡ്മിറ്റൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സെൻഡിങ് എൻഡ് വോൾട്ടേജ് VS, റിസീവിംഗ് എൻഡ് VR, സെൻഡിങ് എൻഡ് കറണ്ട് IS, റിസീവിംഗ് എൻഡ് കറണ്ട് IR, ഇതിന് അക്രോസുള്ള വോൾട്ടേജ് V1. പിന്നെ നമുക്കറിയാം സീരീസ് എലമെന്റ്സ് പകുതി ആയിട്ടാണ് രണ്ട് സൈഡിലും ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇമ്പിഡൻസ് ഹാഫ് ആയിട്ടാണ് രണ്ട് സൈഡിലും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന റിലേഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതാം. ആദ്യം ഈ റിലേഷൻ VS ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക്, ഇവിടുത്തെ ഡ്രോപ്പ് പ്ലസ് ഈ ഇവിടുത്തെ വോൾട്ടേജ്. സോ VS ഈക്വൽ ടു IS ഇൻറ്റു Z/2 പ്ലസ് എന്ത് വരും, V1 വരും. ഓക്കെ, ഇപ്പോൾ നമ്മളിതുവരെ 4 ഉപയോഗിച്ചിട്ടുണ്ടാവുന്ന നമ്പേഴ്സ്. ഇപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് 5th ഇക്വേഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് വരിക. അതേപോലെ തന്നെ അപ്പുറത്ത് V1 ഈക്വൽ ടു ഇതിൻ്റെ, സോ V1 ഈസ് ഈക്വൽ ടു അവിടുത്തെ ഇതിലുള്ള ഡ്രോപ്പ് IR ഇൻറ്റു Z/2 പ്ലസ് റിസീവിംഗ് ആൻഡ് വോൾട്ടേജ് VR. ഇത് നമുക്ക് അടുത്ത ഇക്വേഷൻ ആയിട്ട് എഴുതാം. സോ 6th ഇക്വേഷൻ. അതേപോലെ നമുക്ക് ഇവിടെ ഇതിൽ കൂടെ ഒരു കറണ്ടും കൂടിയും ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് നമുക്ക് കപ്പാസിറ്റൻസ് കൂടെയുള്ള കറണ്ട് IC എന്ന് വിചാരിക്കുക. IC ആണ് കപ്പാസിറ്റി കറണ്ട് എങ്കിൽ നമുക്ക് IC ഈക്വൽ ടു എന്തെന്ന് എഴുതാം, IC ഈക്വൽ ടു ഇങ്ങോട്ട് വരുന്നത് അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക, IR കുറയ്ക്കുക. സോ സെൻഡിങ് എൻഡ് കറണ്ട് മൈനസ് റിസീവിങ് എൻഡ് കറണ്ട്. സോ ഇതാണ് നമുക്ക് അതിനുള്ള എക്സ്പ്രഷൻ കിട്ടുക. ഓക്കെ, സോ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജും അറിയാം, എന്തും അറിയാം, അഡ്മിറ്റൻസും അറിയാമെങ്കിൽ IC ഈക്വൽ ടു നമുക്ക് അതിൻ്റെ ടേംസിലും എഴുതാം. എന്തെന്ന് എഴുതിയാൽ മതി, വോൾട്ടേജ് ഇൻറ്റു അഡ്മിറ്റൻസ്. സോ V1 ഇൻറ്റു Y ആണ് അത് വരിക. ഓക്കെ, ഇതിലിപ്പോൾ V1 ഇൻറ്റു Y എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ V1 എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് 6th ഇതിൽ. അപ്പോൾ അത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ IC ഈക്വൽ ടു എന്ന് കിട്ടും, നമുക്ക് എഴുതാം Y ഇൻറ്റു മറ്റേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു IR ഇൻറ്റു IR Z/2 പ്ലസ് VR. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലോ. അതേപോലെ IS ഈക്വൽ ടു എന്താ, IS ഈക്വൽ ടു IR പ്ലസ് IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IC പ്ലസ് IR ആണല്ലോ, IC പ്ലസ് IR ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം IS ഈക്വൽ ടു IC പ്ലസ് IR. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും, ദിസ് വിൽ ബി ഈക്വൽ ടു നമുക്ക് മേലത്തെ IC അവിടെ കിടക്കേണ്ടത് അവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതൊന്ന് Y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം. സോ Y ഇൻറ്റു Z ഇൻറ്റു IR/2 പ്ലസ് Y ഇൻറ്റു VR പ്ലസ് ഏതാ IR. ഓക്കെ, സോ അതിൽ വേണമെങ്കിൽ ഒരു ടേമിന് IR-നെ പുറത്തേക്ക് എടുത്ത് മറ്റേത് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. സോ Y ഇൻറ്റു VR പ്ലസ് IR ഇൻറ്റു എന്ന് എഴുതാം 1 പ്ലസ് YZ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, IR പുറത്തേക്ക് എടുത്താൽ YZ/2. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 6 എന്ന് നമ്പർ ചെയ്യുന്നു. ഇതാണിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ഈ V1-ൻ്റെ വാല്യൂ 5th ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് നമുക്ക് എന്ത് അറിയാം, VS ഈക്വൽ ടു ഇതാണ് ഇക്വേഷൻ അറിയാം, V1 ഇതിലത്തെ V1-ന് പകരം എന്താ ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അടുത്ത പേജിലായിട്ട് ഞാൻ എഴുതുകയാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എന്തെന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക് V1 ഇൻ 5th ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, VS ഈസ് ഈക്വൽ ടു VR പ്ലസ് IR ഇൻറ്റു Z/2
അവിടെ നോക്കിയാൽ കാണാം പ്ലസ് IS ഇൻറ്റു Z/2 എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ റെപ്രസെൻറ്റേഷൻ കിട്ടും. അതേപോലെ നമുക്ക് ഇതിൽ ഇപ്പോൾ എന്താ IS ഉണ്ടല്ലോ, അപ്പോൾ ISന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ തൊട്ട് മേലെ നമുക്ക് IS കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ISൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? VS ഈക്വൽ ടു, നമുക്ക് ആ ഫോമിലേക്ക് എത്തണം. VS എന്ന് പറഞ്ഞാൽ VRൻ്റെ IRൻ്റെ ടൈമിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ചെയ്യുന്നത്. സോ 1 പ്ലസ് നമ്മൾ സർക്യൂട്ട് തിയറിയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് 1 പ്ലസ് Z ഇൻറ്റു, ഇതിപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യണമെന്നില്ല, വേറെ മെത്തേഡുകൾ നമുക്ക് അറിയാമെങ്കിൽ ആ മെത്തേഡിലും ചെയ്യാം. ഏതാണ് എളുപ്പം ആ രീതിയിൽ നമുക്ക് ചെയ്യാം. സോ ജസ്റ്റ് ഇത്ര എത്തിക്കേണ്ടുള്ളൂ. ഇതൊക്കെ എന്തിൻ്റെ ടേംസിലേക്ക് എത്തിക്കണം? സെൻഡിങ് എൻ്റെ എല്ലാം റിസീവിങ് എൻ്റെ ടേംസിലേക്ക് എത്തിക്കണം. സോ IR, ഇതാണ് നമ്മളുടെ 7th ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ IS ഈക്വൽ ടു VRൻ്റെയും IRൻ്റെയും ടൈമിൽ നമ്മൾ മേലെ എഴുതിയിട്ടുണ്ട് 6th ഇക്വേഷൻ ആയിട്ട്. ഇപ്പോൾ 7th ഇക്വേഷനിൽ VS കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ കമ്പയർ ചെയ്യാൻ ഈ ഇക്വേഷൻസ്, ഏതൊക്കെ ഇക്വേഷന് കമ്പയറിങ് 7 and 6, 7 ആണല്ലോ VSൻ്റെ, 7 and 6 വിത്ത് 1 and 2. നമ്മൾ ആദ്യം പറഞ്ഞ 1 and 2 ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യൻസ് നോക്കി എടുത്ത് എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും A ഈക്വൽ ടു എന്ത് കിട്ടും? 1 പ്ലസ് YZ/2 കിട്ടും. അതേപോലെ B ഈസ് ഈക്വൽ ടു Z ഇൻറ്റു 1 പ്ലസ് YZ/4 എന്ന് കിട്ടും. C ഈസ് ഈക്വൽ ടു Y എന്ന് കിട്ടും. അതേപോലെ D ഈക്വൽ ടു 1 പ്ലസ് YZ/4 എന്ന് കിട്ടും. ഈ കേസിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്താ A ഈക്വൽ ടു D തന്നെയാണ്. അതേപോലെ ഇവിടെയും AD മൈനസ് BC ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് നോമിനൽ T മെത്തേഡിലുള്ള കേസ്. ഓക്കെ, സോ ഷോർട്ട് കഴിഞ്ഞു, മീഡിയത്തിലെ നോമിനൽ T മെത്തേഡ് കഴിഞ്ഞു. നെക്സ്റ്റ് മീഡിയത്തിലെ നോമിനൽ പൈ മെത്തേഡ്. സോ നോമിനൽ പൈ മെത്തേഡിൻ്റെ ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുള്ളത്. നമുക്കറിയാം കപ്പാസിറ്റർ എടുക്കുന്നുണ്ട് ലംപ്ഡ് ആയിട്ടാണ്, പക്ഷെ രണ്ട് എൻഡിലും, സെൻഡിങ് എൻഡിലും പകുതി റിസീവിങ് എൻഡിലും പകുതിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പാസിറ്റൻസിനെ അഡ്മിറ്റൻസ് എന്നുള്ള രീതിയിൽ Y/2 എന്നുള്ള രീതിയിലാണ്. സീരീസ് എലമെന്റ്സ് ഒരുമിച്ച് മിഡിലായിട്ട് Rഉം XLഉം അതിനെ Z എന്നുള്ള രീതിയിൽ. സെൻഡിങ് എൻഡ് VS IS, റിസീവിങ് എൻഡ് VR IR, വോൾട്ടേജ് ആൻഡ് കറൻസ്. കപ്പാസിറ്റർ കൂടുതൽ കറണ്ട്, റിസീവിങ് എൻഡിൽ IC1, സെൻഡിങ് എൻഡിലെ IC2. ഓക്കെ, ഇത്രയാണ് ഇവിടെ വരുന്ന കാര്യങ്ങൾ. ഇപ്പം നമുക്ക് ഇതിൽ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, Z ഈസ് ഈക്വൽ ടു R പ്ലസ് JXL ആണ്, അതായത് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടുത്തെ Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഷണ്ട് അഡ്മിറ്റൻസ് ആണ്, JωC ആണ്. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഓരോന്ന് കിട്ടുന്നത് സെൻഡിങ് എൻഡ് കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് ഡിവൈഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഒരു കറണ്ട് IL, അതും കൂടി വേണമെങ്കിൽ ഇവിടെ ഒരു കറണ്ട് കൂടി കാണിക്കാം. ഇതിൽ കൂടുതലുള്ള കറണ്ട് IL ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ബേസിക്കലി നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കറണ്ടിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? IS ഈക്വൽ ടു, സെൻഡിങ് എൻഡ് കറണ്ടിനും വോൾട്ടേജിനും റിലേഷൻ ഉള്ളൂ. സോ IS ഈക്വൽ ടു IL പ്ലസ് IC2. ഇതാണ് നമുക്ക് കയ്യിലുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ IS ഈസ് ഈക്വൽ ടു IL പ്ലസ്, കപ്പാസിറ്റൻസിൻ്റെ കാര്യം നമുക്ക് വോൾട്ടേജ് അറിയാമെങ്കിൽ അഡ്മിറ്റൻസ് അറിയാമെങ്കിൽ എഴുതാമല്ലോ. IL പ്ലസ് ഇത് എഴുതാം, വോൾട്ടേജ് VS ആണ്, അഡ്മിറ്റൻസ് നമുക്ക് Y/2 ആണ്. സോ VS ഇൻറ്റു Y/2. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ഫസ്റ്റ് ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് 7 പറഞ്ഞുകൊണ്ട് ഇത് 8. സോ ദിസ് ഈസ് ദ 8th ഇക്വേഷൻ. സോ ISനുള്ള റിലേഷൻ അവിടെ ഒക്കെ എടുക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ഏതും എഴുതാം. IL ആണ് ഇവിടുത്തെ ഇവിടെ ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്ന കറണ്ട്. IL എന്തായിട്ട് IC1ഉം IRഉം ആയിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. സോ IL ഈക്വൽ ടു IR പ്ലസ് IC1. അവിടെയും നമുക്ക് IC1 എഴുതാം. സോ IR പ്ലസ് വോൾട്ടേജ് VR ആണ്, അഡ്മിറ്റൻസ് Y/2 ആണ്, ഇൻറ്റു Y/2. ഓക്കെ, അപ്പോൾ അത് നമ്മളുടെ 9th ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എഴുതാം. ഇനി ഇവിടെ നമുക്ക് VS, സെൻഡിങ് ആൻഡ് വോൾട്ടേജ് VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൂപ്പ് പ്രകാരം ഈ ഒരു ഇവിടുത്തെ വോൾട്ടേജ്, ഈ കപ്പാസിറ്റർ അക്രോസിലെ വോൾട്ടേജിനാണ് VS. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിലത്തെ ഇമ്പിഡൻസിലത്തെ ഡ്രോപ്പ് പ്ലസ് റിസീവിങ് ആൻഡിലെ വോൾട്ടേജ് VR എന്നുള്ള രീതിയിൽ എഴുതാം. അതായത് KVL നമ്മളവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? V
എസ് ഈക്വൽ ടു റിസീവിങ് ആൻഡ് വോൾട്ടേജ് വി ആർ പ്ലസ് ഇമ്പിഡൻസ് ഡ്രോപ്പ് ഐ എൽ ആണ് ആളിൽ കൂടുതൽ കറണ്ട്. സോ ഐ എൽ ഇൻറ്റു സെഡ് അല്ലേ. സോ അതവിടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അവിടെ ഐ എല്ലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു വി ആർ പ്ലസ് ഐ എല്ലിന് പകരം നമുക്ക് മേലെ കിട്ടിയിട്ടുള്ള കാര്യം എഴുതണു. ഐ ആർ പ്ലസ് വി ആർ ഇൻറ്റു വൈ ബൈ ടു അല്ലേ, y by 2 into z. So this will be equal to VR കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു മാത്രം. സോ VR ഇൻറ്റു 1 പ്ലസ് YZ ഡിവൈഡഡ് ബൈ 2 പ്ലസ് IR ഇൻറ്റു Z. നമുക്ക് അറിയാം VR-ൻ്റെയും IR-ൻ്റെയും ടേംസിലാണ് എഴുതേണ്ടത്. എന്തിനാ? സെൻഡിങ് എൻഡ് വോൾട്ടേജും സെൻഡിങ് എൻഡ് കറണ്ട്. സോ സെൻഡിങ് എൻഡ് വോൾട്ടേജ് ഇവിടെയായി, സെൻഡിങ് എൻഡ് കറണ്ട് നമുക്ക് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും അതിലേക്ക് വരാം. എന്താ ഐ എസ് നമുക്കറിയാം, അത് വി എസ് അവിടെ കിട്ടി, അവിടെ നിൽക്കട്ടെ. ഐ എസ് ഈക്വൽ ടു ഐ എൽ പ്ലസ് വി എസ് ഇൻറ്റു വൈ ബൈ ടു. സോ ഐ എല്ലിന് പകരം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഐ ആർ പ്ലസ് വി ആർ ഇൻറ്റു വൈ ബൈ ടു പ്ലസ് വി എസ് ഇൻറ്റു വൈ ബൈ ടു അല്ലേ. വി എസ് ഇൻറ്റു വൈ ബൈ ടു ആണ്. അപ്പോൾ ഇതിലൊരു വി എസ് എടുക്കുന്നുണ്ട്. ഈ വി എസിന് പകരം ഇവിടെ നമുക്ക് ഒരു വി എസ് വരുന്നുണ്ട്. ഈ വി എസ് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മേലത്തെ ഇക്വേഷനിൽ നമുക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഐ എസ് കുറച്ചും കൂടിയും നമുക്ക് എന്തിലേക്കാവും? ആ വി എസും കൂടി ഒഴിവാകും. നമുക്ക് വി ആറിലും ഐ ആറിലാണ് കിട്ടുന്നത്. സോ വി എസിനെ അവിടേക്ക് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഐ എസ് വിൽ ബി ഈക്വൽ ടു ഐ ആർ പ്ലസ് വി ആർ ഇൻറ്റു വൈ ബൈ ടു. സോ ഹോൾ ബൈ ടു എന്ന് എഴുതി, പ്ലസ് വൈ ബൈ ടു അവിടെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്ത് എഴുതാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വി ആർ ഇൻറ്റു 1 പ്ലസ് വൈ സെഡ് ബൈ ടു പ്ലസ് ഐ ആർ ഇൻറ്റു സെഡ്. ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നുകൂടി അവിടെ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. അത് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു, നമുക്ക് വി ആറിൻ്റെയും എ ആറിൻ്റെയും ടേംസിലേക്ക് ആക്കണ്ട. അപ്പോൾ അത് സിമിലർ ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുമിപ്പിക്കുന്ന രീതിയിൽ നമ്മളത് എക്സ്പാൻഡ് ചെയ്യുന്ന മാത്രം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഫസ്റ്റ് ടൈം ഐ ആർ പ്ലസ് വി ആർ ഇൻറ്റു വൈ ബൈ ടു. ജസ്റ്റ് അവിടെ എക്സ്പാൻഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. വി ആർ ഇൻറ്റു വീണ്ടും എന്ത് വരും? വൈ ബൈ ടു പ്ലസ് വി ആർ ഇൻറ്റു അവിടെ ഒരു വൈ സ്ക്വയർ വരും. വൈ സ്ക്വയർ സെഡ് ഡിവൈഡഡ് ബൈ 4 വരും, പ്ലസ് ഐ ആർ ഇൻറ്റു വൈ സെഡ് ബൈ 2. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എഴുതാം ഐ എസ് ഈക്വൽ ടു എന്താ വി ആറിൻ്റെ കോമൺ ആയിട്ട് എടുത്തിട്ട് അത് ആദ്യം എഴുതുകയാണെങ്കിൽ വിചാരിക്കുക. സോ വി ആർ ഇൻറ്റു ഒരു വൈയും കൂടി പുറത്തേക്ക് എടുക്കാം. വൈ ഇൻറ്റു 1 പ്ലസ് വൈ സെഡ് ഡിവൈഡഡ് ബൈ 4. സോ അതാണ് ഫസ്റ്റത്തെ വി ആറിൻ്റെ ടേം. അതേപോലെ നമുക്ക് ഐ ആർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തുള്ള ഒരു ടേം എഴുതാം. ഐ ആർ ഇൻറ്റു 1 പ്ലസ് വൈ സെഡ് ഡിവൈഡഡ് ബൈ 2 കിട്ടും. ഇതാണ് നമ്മളുടെ എത്രാമത്തെ ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വി എസിന്. ഇതിന് നമ്പർ ഇട്ടില്ല. ഇത് നമ്മളുടെ 10th ഇക്വേഷൻ. 9 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് നമ്മളുടെ 10th ഇക്വേഷൻ ആണ്. ഇത് നമ്മുടെ 11th ഇക്വേഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ. ഇതാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഇനി ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി? കമ്പയർ ചെയ്താൽ മാത്രം മതി. സോ കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പയറിങ് ഇത് ഓർഡറിൽ തന്നെയാണ്. സോ കമ്പയറിങ് 10 and 11 വിത്ത് ഏതാ നമ്മുടെ 8ഉം ആദ്യത്തെ 1 and 2. സോ അതിനായിട്ട് ജസ്റ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെയൊക്കെ വാല്യൂസ് കിട്ടും? എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ കിട്ടും. സോ എ ഈസ് ഈക്വൽ ടു നോക്കുക 1 പ്ലസ് വൈ സെഡ് ഡിവൈഡഡ് ബൈ 2 കിട്ടും. അതേപോലെ ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? സെഡ് എന്ന് കിട്ടും. സി ഈക്വൽ ടു ഇക്വേഷൻ എന്നാണ്. എ ഈക്വൽ ടു ഇത് കിട്ടി. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആറിൻ്റെ ഒപ്പം സെഡ് മാത്രമേ ഉള്ളൂ. സോ സെഡ് എന്ന് കിട്ടി. ഇനി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വി ആറിൻ്റെ ഒപ്പം നിൽക്കുന്ന ഈ സംഭവം. സോ സി ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു 1 പ്ലസ് വൈ സെഡ് ഡിവൈഡഡ് ബൈ 4. അതേപോലെ ഡി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. സോ ഡി ഈക്വൽ ടു 1 പ്ലസ്
വൈ സെഡ് ഡിവൈഡ് ബൈ 2. ഇവിടെയും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം എ ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, എ ഈക്വൽ ടു ഡി. അതേപോലെ എ ഡി മൈനസ് ബി സി ചെയ്ത് നോക്കുക, ഈക്വൽ ടു എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. അപ്പോൾ അതും ഇവിടെയും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, സോ ഇനി നമുക്ക് ലാസ്റ്റിൽ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ആണ്. അതിൻ്റെ കേസിൽ നമ്മൾ റിഗ്രസ് മെത്തേഡ്സ് ആണ് ഉപയോഗിച്ചത്. അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള 2 ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. സോ ഇതാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ. സോ ഇവിടെ നമ്മൾ 11 പറഞ്ഞുകൊണ്ട് ഇത് നമ്മളുടെ 12th ഇക്വേഷൻസും ഇത് നമ്മുടെ 13th ഇക്വേഷനായിട്ട് എടുക്കാം. സോ വി എസ് ഈക്വൽ ടു വി ആറിൻ്റെ ഐ ആറിൻ്റെയും ടേംസിൽ തന്നെയാണ്, ഐ എസ് ഈക്വൽ ടു വി ആറിൻ്റെ ഐ ആറിൻ്റെ ടേംസിലാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്ക് കമ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ കമ്പയറിങ് ജസ്റ്റ് വേറെ ഒന്നും കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പയറിങ് 12 and 13 with 1 and 2. സോ ജസ്റ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് എ, ഇതിൽ നിന്ന് നമുക്ക് ബി കിട്ടും, സി ഡി സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. സോ ഹിയർ എ വിൽ ബി ഈക്വൽ ടു കോസ് എച്ച് റൂട്ട് ഓഫ് വൈ ഇൻറ്റു സെഡ് കിട്ടും. അതേപോലെ ബി ഈക്വൽ ടു എന്ത് വരും, സ്ക്വയർ റൂട്ട് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സ്ക്വയർ റൂട്ട് ഓഫ് ഇത് ഇൻറ്റു സൈൻ ഇത്. സോ സ്ക്വയർ റൂട്ട് ഓഫ് വൈ ബൈ സെഡ് ഇൻറ്റു സൈൻ. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇക്വേഷൻ കഴിഞ്ഞിട്ടുള്ള ഇക്വേഷൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ വേണമെങ്കിൽ ആ രീതിയിലേക്ക് ആക്കാം. ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചെയ്തപ്പോൾ ക്യാപിറ്റൽ വൈ ഇൻറ്റു സെഡ് ആണ് ഇവിടെ വരിക, ക്യാപിറ്റൽ വൈ ഇൻറ്റു സെഡ്. ഇവിടെ അതേപോലെ ക്യാപിറ്റൽ വൈ ബൈ സെഡ് ആണ്. അപ്പോൾ ആ ഇക്വേഷനാണ് ശരിക്കും കൺസിഡർ ചെയ്യേണ്ടത്. തൽക്കാലം ഞാനിപ്പോൾ മാറ്റാൻ നിൽക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഈ കമ്പാരിസൺ വരിക. ഓക്കെ, അപ്പോൾ അത് പ്രകാരം എൽ ഉണ്ടാവില്ല. സോ ഫൈനലി നമ്മൾ ആ സെൻഡിങ് ആൻഡ് റിസീവിങ് ആൻഡ് എഴുതിയപ്പോൾ ആ എൽ ഒഴിവാക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇത് ഈക്വൽ ടു ബി ഈക്വൽ ടു എന്ത് കിട്ടും, സൈൻ ഇക്വേഷൻ പ്രകാരം വരുമ്പോൾ സൈൻ എച്ച് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് വൈ ഇൻറ്റു സെഡ് എന്ന് കിട്ടും. അതേപോലെ സി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, സ്ക്വയർ റൂട്ട് ഓഫ് വൈ ബൈ സെഡ് ഇൻറ്റു സൈൻ എച്ച് ഓഫ് റൂട്ട് വൈ സെഡ്. ഡി എന്ന് പറഞ്ഞാൽ എന്തായാലും പിന്നെ എ തന്നെയായിരിക്കും, കോസ് എച്ച് റൂട്ട് വൈ സെഡ്. ഇവിടെയും നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആവും. എ ഈസ് ഈക്വൽ ടു ഡി, ഓൾസോ എ ഡി മൈനസ് ബി സി ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഓരോ കേസിലെയും ജനറലൈസ്ഡ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ ABCD കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുന്നത്.